അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 18-ാം സങ്കീർത്തനമാണ്. യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി എന്ന് 18-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അനവധി കഷ്ടതകളും വേദനകളും ദാവീദ് തൻ്റെ നല്ല പ്രായത്തിൽ താനൊരു ദൈവമകനായി ജീവിച്ചിട്ടും ശൗലിൽ നിന്നും മറ്റനേകരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നു. തള്ളയാടുകളെ മേയ്ക്കുന്ന ജോലിയിൽ നിന്നും ദൈവം അവനെ തിരഞ്ഞെടുത്ത് ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്ത അന്നു മുതൽ ഉദ്ദേശം 13 വർഷത്തോളം സകലതും നഷ്ടപ്പെട്ട ഒരു അഭയാർത്ഥിയെപ്പോലെ അവൻ അലയേണ്ടി വന്നു. അവൻ്റെ സുരക്ഷിതത്വം അവന് നഷ്ടമായി, അവൻ്റെ നല്ല യൗവനം അവന് നഷ്ടമായി, അവൻ്റെ കുടുംബം അവനെ എൻജോയ് ചെയ്യുവാൻ പറ്റാത്ത വിധം നഷ്ടമായി, നല്ല ഒരു ജോലി അവന് നഷ്ടമായി, അവൻ്റെ അവകാശങ്ങൾ പലതും അവന് നഷ്ടമായി, ദൈവജനവുമായുള്ള കൂട്ടായ്മ ബന്ധം അവന് നഷ്ടമായി, അവൻ്റെ ആശ്വാസം അവന് നഷ്ടമായി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന ഇസ്രയേൽ സ്ത്രീകളുടെ വാക്കുകൾ നിമിത്തമായിരുന്നു അതെല്ലാം അവൻ അനുഭവിക്കേണ്ടി വന്നത്. വേദനാജനകമായി ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ ദാവീദിന് സംഭവിച്ചെങ്കിലും ഒരു കാര്യം മാത്രം അവന് നഷ്ടമായില്ല. അത് അവൻ്റെ ദൈവവുമായുള്ള ബന്ധം അവന് നഷ്ടപ്പെട്ടില്ല. നെഹെമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യത്തിന് അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന യഹോവയെങ്കിലെ സന്തോഷമായ ബലം അവന് നഷ്ടപ്പെട്ടില്ല. 18-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മെ സ്നേഹിക്കുവാനും കരുതുവാനും ഒരാൾ ഉണ്ടെന്നുള്ള അറിവ് പോലും നമ്മെ ഭയത്തിൽ നിന്നും രക്ഷിക്കും. കരയുന്ന തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് സ്വന്തം മാതാവ് വരികയും കുഞ്ഞിന് മനസ്സിലാകുന്ന ഭാഷയിൽ ചെറിയ ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുമ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കാരണം തൻ്റെ മാതാവിൻ്റെ ശബ്ദമാണ് താൻ കേൾക്കുന്നതെന്നും ഇപ്പോൾ തന്നെ തൻ്റെ മാതാവ് തന്നെ സഹായിക്കുമെന്നും ആ കൊച്ചു കുഞ്ഞിനറിയാം. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സഹിത്വമുള്ള ഒരു ദൈവമകനോ ദൈവമകൾക്കോ ദൈവത്തിലുള്ള വിശ്വാസവും. എങ്ങനെയാണ് ദാവീദ് ദൈവത്തെ സ്നേഹിച്ചതെന്നും എന്തുകൊണ്ടാണ് സകലതും ദാവീദിന് നഷ്ടമായപ്പോഴും ദൈവത്തിൻ്റെ സഹിത്വവും സംരക്ഷണവും നഷ്ടപ്പെടാതിരുന്നതെന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവന് ദൈവം അറിഞ്ഞിരിക്കുന്നുവെന്ന് 1 കൊരിന്ത്യർ 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ അമേരിക്കൻ പ്രസിഡൻറ്റിനെ അറിയും, എന്നാൽ അമേരിക്കൻ പ്രസിഡൻറ്റ് എന്നെ അറിയുകയില്ല. കാരണം ആ വ്യക്തിയോട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവൻ്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നുവെങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 25-ാം വാക്യമാണ് നാം കേട്ടത്. എൻ്റെ വാക്ക് കേട്ടനുസരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പിൻ എന്നീ കാര്യം മാത്രമേ ഞാൻ അവരോട് കൽപ്പിച്ചത്. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായം 23-ാം വാക്യമാണ് നാം കേട്ടത്. നാം കേട്ട വാക്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഹാർട്ട് ബീറ്റ് എന്നത്, ഹൃദയമിടിപ്പ് എന്നത് ജനം തൻ്റെ കൽപ്പനകൾ അനുസരിക്കണം എന്നതാണ്. ദൈവത്തിന് എന്തെങ്കിലും നന്മ ലഭിക്കുവാനല്ല ദൈവം നമ്മോട് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്ന് പറയുന്നത്, പിന്നെയോ അനുസരിക്കുന്നത് നമുക്ക് നന്മ ഉണ്ടാകുവാനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നും, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു എന്നും, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എന്നും, 1 യോഹന്നാൻ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു എന്നും, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായം 3-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ നിശ്ചയമായും നാം യേശുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. എന്നാൽ നിശ്ചയമായും ദൈവത്തെ നമ്മെ ദൈവവും അറിയും. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ദാവീദ് ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് 18-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയത് താൻ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നു എന്ന അർത്ഥത്തിൽ ആണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വാക്യങ്ങളാണ് 18-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിൽ ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എൻ്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല എന്ന പ്രസ്താവനകളും
18-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഞാൻ അവൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു എന്ന പ്രസ്താവനകളും. ചുരുക്കി പറഞ്ഞാൽ 91-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദാവീദ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനോട് പറ്റിയിരിക്കുകയായിരുന്നതിനാൽ ദാവീദിനെ ദൈവം അവൻ്റെ കഷ്ടങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചു. 91-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദാവീദിൻ്റെ കഷ്ടകാലത്ത് ദൈവം അവനോട് കൂടെ ഇരിക്കുകയും 2 ശമൂവേൽ 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദാവീദ് സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ദൈവം ദാവീദിനോട് കൂടെ ഇരുന്ന് അവൻ്റെ സകല ശത്രുക്കളെയും അവൻ്റെ മുമ്പിൽ നിന്നും ഛേദിച്ചു കളഞ്ഞ് ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ദൈവം ദാവീദിൻ്റെ പേർ വലുതാക്കി തീർക്കുകയും ചെയ്തു. ദൈവത്തെ ദാവീദ് എങ്ങനെ സ്നേഹിച്ചുവെന്നും എന്തുകൊണ്ടാണ് ദാവീദ് തൻ്റെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാൻ തക്കവണ്ണം ദൈവം ദാവീദിനോട് കൂടെ ഇരിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്തത് എന്നുമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ദൈവം അവനെ വിശാലതയിലേക്ക് കൊണ്ടുവന്നുവെന്ന് താൻ 18-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ കൂടി നമ്മോട് പ്രസ്താവിക്കുന്നു. ഇവിടെ വിശാലത എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് ഞെരുക്കത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ശത്രുഭയത്തിൽ നിന്നും ഭാവി എങ്ങനെയായി തീരുമെന്ന സങ്കടത്തിൽ നിന്നും എല്ലാം ദൈവം അവനെ രക്ഷിച്ച് രാജ്യത്തിൻ്റെ രാജാവാക്കി തീർത്തതിനെയായിരിക്കാം വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം താൻ രാജാവായി തീർന്നപ്പോൾ നാം മുൻപ് കേട്ടതായ അവൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായല്ലോ. ദൈവം അവന് വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ കാരണം ദൈവത്തിന് അവനിൽ പ്രസാദമുണ്ടായിരുന്നു എന്നതാണ്. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യമാണ് നാം കേട്ടത്. ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ദാവീദ് ദൈവത്തെ എപ്പോഴും പ്രസാദിപ്പിച്ചിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ 13-ാം അധ്യായം 36-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവം ദാവീദിനെ വിശാലതയിലേക്ക് കൊണ്ടുവന്നത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് എന്നതിനാലാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ആരെ പ്രസാദിപ്പിച്ചാലും നമ്മിൽ ആരും പ്രസാദിക്കുകയില്ല. എന്നാൽ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ അവൻ്റെ കൽപ്പനകൾ നാം അനുസരിച്ചാൽ മാത്രം മതിയാകും. മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യാഗങ്ങൾ കഴിക്കണമെന്നോ നമ്മുടെ നിക്ഷേപം മുഴുവൻ മറ്റുള്ളവർക്ക് എടുത്ത് കൊടുക്കണമെന്നോ അല്ല പുതിയ നിയമപ്രമാണം നമ്മോട് കൽപ്പിക്കുന്നത്. യേശു പറഞ്ഞു, പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. ഇതാണ് നാം അനുസരിക്കേണ്ട പുതിയ നിയമ കൽപ്പന. തന്നെയുമല്ല, ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ച യേശു സ്പെസിമെൻ പ്രയറിൽ, മാതൃകാ പ്രാർത്ഥനയിൽ ഒരു വാക്ക് ചേർത്തിരിക്കുന്നത് നാം ആരും ശ്രദ്ധിക്കുന്നു പോലുമില്ല. അതിപ്രകാരമാണ്, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മോട് ദൈവം ക്ഷമിക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലേ? ഓർക്കുക, കരുണ കാണിക്കാത്തവർക്ക് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും എന്ന് യേശു പഠിപ്പിച്ചു. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ കരുണ കാണിക്കാത്തവർക്ക് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം പല കൽപ്പനകൾ പുതിയ നിയമത്തിൽ യേശു നമുക്ക് തന്നിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണം എന്ന പേരിലാണല്ലോ അറിയപ്പെടുന്നത്. ഈ 3 അധ്യായങ്ങൾ നാം വായിച്ച് പഠിച്ച് അതിലെ കൽപ്പനകളും ഉപദേശങ്ങളും നാം അനുസരിക്കാമെങ്കിൽ ദാവീദിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്ത് ഇസ്രയേലിൻ്റെ രാജാവാക്കി തീർത്ത യേശു നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുകയും വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നമ്മെ ഈ ഭൂമിയിലും നിത്യതയിലും ജ്യോതിഷികളെപ്പോലെ തിളക്കമുള്ളവരാക്കി തീർക്കുകയും രാജാക്കന്മാരായി നമ്മെ നിത്യതയിൽ വാഴിക്കുകയും ദൈവത്തിൻ്റെ പുത്രൻ എന്ന പദവിയിൽ നമ്മെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. ആകയാൽ നമുക്കിന്ന് തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങാം. നമ്മുടെ മക്കളെ ദൈവഭയത്തിൽ വളർത്താം. കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. അങ്ങനെ വചനം പ്രമാണിച്ച് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.